ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ 031/23 എന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. 75 ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. 75ാമത്തെ ചോദ്യം മുതലാണ് പറയാനുള്ളത്. 75ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. ഓപ്ഷൻസ്: ഹാസ് മെറ്റ്, ഹാഡ് മെറ്റ്, ഹാവ് മെറ്റ്, വാസ് മീറ്റിംഗ്. ഇവിടെ ഏതായിരിക്കും? പാസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നടന്ന കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലല്ലേ പറയുക. സോ ഉത്തരം ഹാഡ് മെറ്റാണ്. ഷീ ഹാഡ് മെറ്റ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. 76ാമത്തെ ചോദ്യം, റോസ് ഈസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ഓപ്ഷൻസ്: സൂപ്പർലേറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, കമ്പാരിറ്റീവ്. ഇവിടെ നമുക്ക് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഏതായിരിക്കും? സൂപ്പർലേറ്റീവ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 77ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. അമിത് വെയിറ്റഡ് ഫോർ ഹർ ഡാഷ് ദ എൻട്രൻസ്. അറ്റ്, ഓൺ, ഇൻ, ഓവർ. അമിത് വെയിറ്റഡ് ഫോർ ഹർ അറ്റ് ദ എൻട്രൻസ്. ഓപ്ഷൻ എ ആണ് ശരി. 78, ദ ബേബി ഡാഷ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്. ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റഡ്. isn't, wasn't, doesn't, hasn't. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇവിടെ ഡ്രിങ്ക് എന്നാണ്, ഡ്രിങ്ക്സ് എന്നല്ല. അതുകൊണ്ട് ഡസിൻറ്റ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്. 79, കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ദ ഓൾഡ് വുമൺ ഹാസ് സ്ലെപ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ്. ഓപ്ഷൻസ്: വാസ് സ്ലീപ്പിംഗ്, ഈസ് സ്ലീപ്പിംഗ്, സ്ലെപ്റ്റ്, നോ ചേഞ്ച്. ഇവിടെ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. അപ്പോൾ അതെന്താണ്? പാസ്റ്റിലാണ് അല്ലേ, സിമ്പിൾ പാസ്റ്റ്. ദ ഓൾഡ് വുമൺ സ്ലെപ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ്. സി ആണ് ശരി ഉത്തരം. 80ാമത്തെ ചോദ്യം, ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. ഓപ്ഷൻസ്: എ ഗാർഡൻ, ലിറ്റിൽ, ഫ്യൂ, വെരി ഫ്യൂ. ഉത്തരം ഏതായിരിക്കും? ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ ഗാർഡൻ നനയ്ക്കാൻ വേണ്ടത്ര ഇല്ല എന്നല്ലേ. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. പോസിറ്റീവ് അർത്ഥത്തിലുള്ളത് ഏതാണ്? എ ലിറ്റിലാണ് അല്ലേ. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച്. ലിറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒട്ടുമില്ല എന്നാണ് അർത്ഥം. ഫ്യൂ, എ ഫ്യൂ. കൗണ്ടബിൾ നൗൺസ് വരുമ്പോഴാണ് ഫ്യൂവും വെരി ഫ്യൂ, എ ഫ്യൂ ഒക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ കൗണ്ടബിൾ അല്ലല്ലോ, വാട്ടർ അൺകൗണ്ടബിൾ അല്ലേ. അപ്പോൾ ലിറ്റിലാണ്, എ ലിറ്റിൽ. 81, ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് വൂ ഫ്രം ദ ഫോളോയിങ് വേർഡ്സ്. എ ഡിസ്ട്രസ്, ബി കാൻഡിഡ്, സി ചൈൽഡിഷ്, ഡി ഇല്യൂഷൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡിസ്ട്രസ്. വൂ എന്ന് പറയുമ്പോൾ വളരെ ദുഃഖത്തിലാണ്, വിഷമത്തിലാണ് എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണല്ലോ. അപ്പോൾ ഡിസ്ട്രസ് ആണ് സിനോണിമായിട്ട് വരുന്നത്. അടുത്തത് 82, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ആൻ ആൻറ്റണിം ഓഫ് ദ വേർഡ് മാഡ്. ഡീസൻറ്റ്, റിവീൽ, സെയിൻ, റിജിഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, സെയിൻ. ശ്രദ്ധിക്കണം, ഇത് ആൻറ്റണിം ആണ് കേട്ടോ. മാഡ് എന്ന് പറയുമ്പോൾ ഭ്രാന്തുള്ള, സെയിൻ എന്ന് പറയുമ്പോൾ നല്ല സ്വബോധമുള്ള. അടുത്തത് 83, ദ ഫ്രേസൽ വെർബ് ബീഫ് അപ്പ് മീൻസ് ടു ആഡ് സംതിങ്, ടു മേക്ക് സംതിങ് ബിഗർ, ടു കീപ് ക്വയറ്റ്, ടു ഡിസ്ട്രിബ്യൂട്ട് ഈക്വൽ. ഉത്തരം ഓപ്ഷൻ ബി, ടു മേക്ക് സംതിങ് ബിഗർ. എന്തെങ്കിലും ഒരു കാര്യത്തിനെ വലുതാക്കുക, ടു ബീഫ് അപ്പ്. ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. എ ഡാഷ് ഓഫ് ഫിഷ്, കമ്പനി, ബേബി, സ്കൂൾ, ബണ്ടിൽ. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാവർക്കും അറിയാം. ഉത്തരം ഓപ്ഷൻ സി, എ സ്കൂൾ ഓഫ് ഫിഷ്. 85ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ വേർഡ് എൻസൈക്ലോപീഡിയ. ഏതാണ്? നിങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിക്കൂ. ഉത്തരം പറഞ്ഞോട്ടെ, പോസ് ചെയ്ത് നോക്കിക്കോളൂ, സമയം വേണ്ടവർ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, എൻസൈക്ലോപീഡിയ. അങ്ങനെ ഓർത്താൽ മതി, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാം. ENCYCLO PAEDIA, എൻസൈക്ലോപീഡിയ. 86, ഇഡിയം ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് മീൻസ് ടു ഡു സംതിങ് പോയിന്റ്ലെസ്, ഇഗ്നോർ സംവൺ, ക്ലോസ് അസോസിയേഷൻ, ടോക്ക് ഇൻസെസൻ്റ്ലി. ഉത്തരം ഓപ്ഷൻ എ, ടു ഡു സംതിങ് പോയിന്റ്ലെസ്, ഒരു കാര്യമില്ലാത്ത കാര്യം ചെയ്യുക. 87, വാട്ട് ഡസ് ദ വേർഡ് അഡ്ഹോക്ക് മീൻ? ഫ്രം ദ ബിഗിനിങ്, for a special purpose, adding something to your talk, change of attitude. ഫോറിൻ വേർഡാണ് അഡ്ഹോക്ക്. അഡ്ഹോക്ക് ഹൈപ്പോത്തസിസ് എന്ന് കേട്ടിട്ടില്ലേ?
ഉത്തരം ഓപ്ഷൻ ബി ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. 88. സ്റ്റഡി ഓഫ് മൗണ്ടൻസ് ഈസ് ടേംഡ് ആസ് ഓർണിത്തോളജി, പാത്തോളജി, ഓറോളജി, ജീനോസൈഡ്. ഉത്തരം ഓപ്ഷൻ സി ഓറോളജി. ഓർണിത്തോളജി ബേർഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. പാത്തോളജി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. ജീനോസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് എ പീപ്പിൾ ഹൂ ബിലോങ്സ് ടു എ പർട്ടിക്കുലർ റേസ്, കാസ്റ്റ്, ലൈക്ക് ദാറ്റ്. ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒരുമിച്ച് ഇല്ലാതാക്കുക. ഇപ്പോൾ നമ്മുടെ ഹിറ്റ്ലറൊക്കെ ചെയ്തതുപോലെ ജീനോസൈഡ് അതാണ്. 89. ഫൈൻഡ് ദ വേർഡ്സ് ദാറ്റ് ബെസ്റ്റ് ഫിറ്റ്സ് ഇൻ ടു ദ ബ്ലാങ്ക് സ്പേസ് ആൻഡ് ഡാഷ് എ സം ഓഫ് ₹500 ഔട്ട് ഓഫ് ദ ബാങ്ക് എവറി വീക്കെൻഡ്. തൊണ്ണൂറാമത്തെ ചോദ്യം. ഔട്ട് ഓഫ് ദ ഗിവൺ വേർഡ്സ് വൺ വേർഡ് ഈസ് മിസ്പെൽഡ്. ഫൈൻഡ് ദ മിസ്പെൽഡ് വേർഡ്. ഔട്ട്റൈറ്റ്, ഓതറിങ്, ഓംലെറ്റ്, ഓസ്പ്രിങ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓംലെറ്റ് എന്നുള്ളതിന് ഒരു ഇ കൂടി വേണം. OMELETTE. OMELETTE ആണ് ഓംലെറ്റിൻ്റെ സ്പെല്ലിങ്. 91ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നദിയുടെ പര്യായം ഏത്? തടിനി, തളിമം, സൈഗതം, തലിനം. ഉത്തരം തടിനിയാണല്ലേ. നദീനെ നമ്മൾ തടിനി, വാഹിനി, കലോലിനി എന്നൊക്കെ പറയും. 92ാമത്തെ ചോദ്യം. വിപരീത പദം എഴുതുക. ചഞ്ചലം, സചഞ്ചലം, അചഞ്ചലം, സഞ്ചിതം, ചഞ്ചലത. ഉത്തരം ഓപ്ഷൻ ബി അചഞ്ചലം. ചഞ്ചലം, അചഞ്ചലം. 93. പിരിച്ചെഴുതുക. ഉണ്മ, ഉൾ പ്ലസ് മ, ഉൺ പ്ലസ് മ, ഉ പ്ലസ് ഉണ്മ, ഉണ് പ്ലസ് മ. ഉത്തരം ഉൾ പ്ലസ് മായാണ് ഉണ്മ. 94. ശരിയായ പദം ഏത്? നിശ്ചയം, 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 നിശ്ചയം. ശരി ഉത്തരം നിശ്ചയമാണ്. നിശ്ചയം. 95. സമാനമായ പദം ഏത്? ഇനൻ. ഇനന് സമാനമായത്. കാറ്റ്, തീ, വെയിൽ, സൂര്യൻ. ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. 96ാമത്തെ ചോദ്യം. തെറ്റില്ലാത്ത വാക്യം ഏത്? നന്ദി രേഖപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നന്ദി രേഖപ്പെടുത്താനോ തരാനോ വാങ്ങാനോ ഒന്നും കഴിയില്ല. നന്ദി പറയാനാണ് കഴിയുക. അപ്പം നന്ദി പറയുന്നു എന്ന് നമ്മൾ പറയണം. 97. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ്. ആയോധന കലയുടെ പരിശീലനം, ആരാധനയുടെ പ്രാധാന്യം, വിളവിൻ്റെ സമൃദ്ധി, അധ്വാനത്തിൻ്റെ മഹത്വം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അധ്വാനത്തിൻ്റെ മഹത്വം. ചേറ്റിൽ എന്ന് പറയുമ്പോൾ ചേറിൽ കുത്തിയ കൈ ചോറിൽ കുത്താം. അധ്വാനത്തിൻ്റെ മഹത്വമാണ് അല്ലേ. 98. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. പരിഭാഷ എന്ത്? വിതച്ചത് കൊയ്യും, ഗുണം വിത്തിലറിയാം, വിത്ത് ഗുണം 10 ഗുണം, വിതയ്ക്കുന്നവരുണ്ടോ കൊതിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. വിത്ത് ഗുണം 10 ഗുണം. സീഡ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും തയ്യും. 99. ചേർത്ത് എഴുതുക. ഇ പ്ലസ് അൾ, ഇതൾ, ഇവൾ, ഇത്, ഇയാൾ. ഉത്തരം തീർച്ചയായും ഏതായിരിക്കും? ഇവൾ. ഇ പ്ലസ് അൾ, ഇവൾ. കുളം കോരി ശൈലിയുടെ അർത്ഥം എന്ത്? മൂടി പിടിപ്പിക്കുക, അധ്വാനിക്കുക, നന്നാക്കുക, നശിപ്പിക്കുക. എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നശിപ്പിക്കുക. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം കാണാത്തവർക്ക് ഞാനത് ഡിസ്ക്രിപ്ഷനിലിടാം. ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.